പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലെ. നമ്മുടെ ഏതൊരു സിലബസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ 10th ലെവൽ ആയാലും +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും ഇംഗ്ലീഷിൽ എല്ലാ കാര്യങ്ങളും എന്താണ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിൽ എപ്പോഴും സിലബസിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇഡിയംസ്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, പിന്നെ എന്താണ് ഫ്രേസൽ വെർബ്. അപ്പൊ ഇന്ന് നമ്മൾ ഇത് മൂന്നുമാണ് നോക്കാൻ പോകുന്നത്. അതും എന്താണ് കുറേശ്ശെ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഡെയിലി ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗം തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, ഇഡിയംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇഡിയംസ് ആണ്, അതായത് നമ്മുടെ ശൈലികളാണ് ഇവിടെ വരുന്നത് അല്ലേ. നമ്മുടെ മലയാളത്തിൽ സെപ്പറേറ്റ് നമുക്ക് ശൈലികൾ പഠിക്കാനുണ്ട്, അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, അതായത് ഒറ്റപ്പദം, അതൊക്കെ നമുക്ക് അവിടെയും പഠിക്കാനുണ്ട്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ അല്ലേ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഇഡിയം നമ്മൾ പറയുന്നത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. ഓക്കെ, എന്താണ് പറയുന്നത്, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ. എന്താണ് അതിന്റെ അർത്ഥം? എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഒരു പെട്ടെന്നുണ്ടായ ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു കാര്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ബോൾട്ട് ഫ്രം ദി ബ്ലൂ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. എന്തെങ്കിലും ഒരു ബ്ലൂവിൽ നിന്ന് എന്തെങ്കിലും പെട്ടെന്നൊരു ബോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ, ഒരു ബ്ലൂ കളർ ആക്കി എടുക്കാം നമുക്ക്. ആ ബ്ലൂ കളറിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു പെട്ടെന്നൊരു ബോൾട്ട് ഒക്കെ വന്നു. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണല്ലേ, അല്ലെങ്കിൽ എന്താണ് ഒട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അല്ലേ, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അതായത് ഒരു ബോൾട്ട് എന്തെന്ന് വന്നു, ബ്ലൂവിൽ നിന്ന് വന്നു അല്ലേ, എന്താണ് പെട്ടെന്നുണ്ടായതാണ്, ഒട്ടും എന്താണ് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തതിലോട്ട് പോകാം. അടുത്തതാണ് എന്ത്, എ പൈപ്പ് ഡ്രീം അല്ലേ. എ പൈപ്പ് ഡ്രീം, ഇത് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ എന്താണ് അതിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് എന്താണ്, വേറൊരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഈ പൈപ്പ് ഡ്രീം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ എന്നാണ് അല്ലെ. എന്താ പറയാ, ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ അല്ലെ, ഒട്ടും പ്രാക്ടിക്കബിൾ ആവാത്ത പ്ലാനിനെയാണ് എന്ത് പറയുന്നത്, എ പൈപ്പ് ഡ്രീം എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം. നമ്മൾ എല്ലാവരും ഡ്രീം കാണുന്ന ആൾക്കാരാണ് അല്ലേ, നമ്മൾ പല ഡ്രീമും കാണാറുണ്ട് അല്ലേ. എന്നാൽ ആരെങ്കിലും ഒരു പൈപ്പൊക്കെ ഡ്രീം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അതെന്താണ്, ഒട്ടും ഒരു ഇംപ്രാക്ടിക്കബിൾ ആയിട്ടുള്ള ഒരു ഡ്രീമാണ് അല്ലേ, ഒരു പ്ലാൻ ആണെന്ന് പറയാം അല്ലേ. അപ്പൊ എന്താണ് എ പൈപ്പ് ഡ്രീം എന്ന് പറയുന്നത്, ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ ആണ്, ഓർത്ത് വെക്കുക. അടുത്തത് ആൻ ഏസ് ടു ഗ്രിൻഡ് അല്ലേ. എന്താണ് അടുത്തത്, ആൻ ഏസ് ടു ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, നമ്മുടെ കൈക്കോട്ടിന്റെ സ്വഭാവം അല്ലെ, എന്താണ് സെൽഫിഷ് മോട്ടീവ് ആണ് അല്ലെ. നമ്മൾ കൈക്കോട്ട് കളിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, ഒക്കെ നമ്മുടെ ഭാഗത്തേക്കാണ് അല്ലെ നമ്മൾ കൊത്തുന്നത്. അപ്പൊ എന്താണ്, ഒരു സെൽഫിഷ് മോട്ടീവ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏസ് ടു ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫിഷ് മോട്ടീവ് ആണ്. ക്ലിയർ ആവുന്നില്ലേ. അടുത്ത ഇഡിയംസിലോട്ട് പോകാം. അടുത്ത എന്താണ്, എ ഡാർക്ക് ഹോഴ്സ്. ഓക്കെ, എന്താണ് എ ഡാർക്ക് ഹോഴ്സ്, എന്താണ് ഡാർക്ക് ഹോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്, എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ. ഓക്കെ, എന്താണ് എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ ഓർ അൺനോൺ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അതായത് എന്താണ്, അതായത് ഒരു വ്യക്തിയിലെ അദ്ദേഹത്തിന് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ട്, അതെന്താണ് ആരും അറിയാത്ത കഴിവുകളായിരിക്കും അല്ലെ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന ഒരു കഴിവുകളായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ പറയുക ഡാർക്ക് ഹോഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, എന്താണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്, എന്താണ് എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ അല്ലെ. അദ്ദേഹത്തിന്റെ എബിലിറ്റീസ് ഒക്കെ എന്താണ് ഹിഡൻ ആണ് അല്ലെ, ഒളിഞ്ഞിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് അൺനോൺ ആണ്, അറിയപ്പെടാത്തതാണെന്ന് വിചാരിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, എ ഡാർക്ക് ഹോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത ഇഡിയം നോക്കാം. എന്താണ് എ മാൻ ഓഫ് വെയിറ്റ്. ഓക്കെ, ഇതില്ല. എ മാൻ ഓഫ് വെയിറ്റ് അല്ലെ. എന്താണ് എ മാൻ ഓഫ് വെയിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, എന്താണ് എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം അല്ലെ, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് ആ ഒരു മനുഷ്യന് തന്നെ കുറച്ച് പ്രാധാന്യമുള്ള ആൾക്കാരാണ് കുറച്ചൊക്കെ വെയിറ്റ് ഇട്ട് നടക്കുക അല്ലെ. അതായത് കുറച്ച് സെലിബ്രിറ്റികൾ അല്ലെ, അത്യാവശ്യം പ്രാധാന്യമുള്ള ആൾക്കാർ, മറ്റു വേറെ പ്രാധാന്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെന്താണ് കുറച്ച് വെയിറ്റ് ഇട്ടിട്ടൊക്കെ നടക്കുക അല്ലെ. അതിനെയാണ് നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്താണ് എ മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് എ മാൻ ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. ക്ലിയർ അല്ലേ. ഇതുവരെ ഒന്ന് നോക്കാം, നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അല്ലെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അല്ലെ, എന്താ ബ്ലൂവിൽ നിന്ന് പെട്ടെന്ന് ഒരു ബോൾട്ട് വന്ന്, എന്താണ് അല്ലെ, നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ് സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു എ പൈപ്പ് ഡ്രീം അല്ലെ. നമ്മൾ ആരും പൈപ്പ് ഒന്നും ഡ്രീം കാണാറില്ല അല്ലെ. അതെന്താണ് ഒരു ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ ആണ്. ഓക്കെ, എന്താണ് ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാന്. അടുത്തത് എന്താണ് ആൻ ഏസ് ടു ഗ്രിൻഡ് അല്ലെ. നമ്മുടെ കൈക്കോട്ടിന്റെ സ്വഭാവം എന്താണ് അല്ലെ, സെൽഫിഷ് മോട്ടീവ് ആണ് അല്ലെ, ഒക്കെ ഇങ്ങോട്ട് എന്നുള്ള ചിന്തയാണ്, അതാണ് എന്താ സെൽഫിഷ് മോട്ടീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അടുത്തത് എന്താണ് ഡാർക്ക് ഹോഴ്സ് അല്ലെ. എ ഡാർക്ക് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് എന്താണ്, അയാളുടെ കഴിവുകൾ എന്താണ് ഹിഡൻ ആണ് അല്ലെ, അല്ലെങ്കിൽ അൺനോൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് എ മാൻ ഓഫ് വെയിറ്റ് അല്ലെ. എന്താണ് പറഞ്ഞു, മാൻ ഓഫ് വെയിറ്റ് അല്ലെ.
നമുക്കറിയാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് അല്ലേ, അതായത് സമൂഹത്തിൽ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ആൾക്കാരൊക്കെ എന്താണ് അവരൊക്കെ ഒന്ന് കുറച്ച് വെയിറ്റ് ഇട്ടിട്ടാണ് നടക്കുക അല്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ഓക്കെ, എന്താണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലേ, അതായത് തർക്കത്തിന് കാരണമായത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അതായത് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നൊരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലേ, അതായത് എന്താണ് തർക്കത്തിന് കാരണമായത് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? എങ്ങനെ ഓർത്ത് വെക്കുക? നമ്മളിപ്പോൾ ആപ്പിളിലെ ഇപ്പോൾ ഒരു കടയിലൊക്കെ ആപ്പിളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടാൽ വളരെ ഓർഡറിലായിട്ടാണ് വെക്കുക അല്ലേ, കറക്റ്റ് ആയിട്ട് നല്ല അതിൻ്റെ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഇങ്ങനെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് ഇങ്ങനെ വെക്കുക അല്ലേ, കറക്റ്റ് ഒരു ഓർഡറിലായിരിക്കും വെക്കുക. അതെങ്ങാനും എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞൊക്കെ കൂടി എന്ത് ചെയ്യും? മറിഞ്ഞു വീഴും അല്ലേ. അപ്പൊ എന്താണ് ആ ഒരു ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കോർഡിനെ നമുക്ക് എന്താ ഡിസോർഡർ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിസ്കോർഡിനെ ജസ്റ്റ് നമ്മളൊന്ന് മാറ്റുകയാണ്, എന്താക്കി ഡിസോർഡർ ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താവും? നമുക്ക് അവിടെ ആകെ തർക്കം നടക്കൂലേ, ഒക്കെ കൂടി വീണപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു എന്തിന് കാരണമാകും? അവിടെ ഒരു തർക്കത്തിന് കാരണമാകും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്പിളൊക്കെ അങ്ങ് ഡിസോർഡർ ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു തർക്കം നടന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? അറ്റ് ആൻ ആംസ് ലെങ്ത് അല്ലെ, അറ്റ് ആൻ ആംസ് ലെങ്ത് പറഞ്ഞാൽ എന്താണ്? കൈയിന്റെ അല്ലെ, കൈ അകലത്തിൽ എന്നൊക്കെ പറയാം അല്ലെ, അതായത് ടു കീപ് എവേ അറ്റ് എ ഡിസ്റ്റൻസ് അല്ലെ, ഒരു ദൂരം അല്ലെ, ഒരു അകലം പാലിച്ച് നിൽക്കുക അല്ലെ. ടു കീപ് എവേ അറ്റ് എ ഡിസ്റ്റൻസ് എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? അറ്റ് ആൻ ആംസ് ലെങ്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, എന്താണ് അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു കീപ് എവേ അറ്റ് എ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് പോകാം. അടുത്തത് എന്താണ്? ആപ്പിൾ പൈ ഓർഡർ. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ആപ്പിൾ വന്നില്ലേ. ഇവിടെ എന്താണ്? ആപ്പിൾ പൈ ഓർഡർ ആണ് അല്ലെ. ഇവിടെ നമുക്ക് എന്താണ് ഓർഡർ എന്നുള്ളത് വേർഡ് ശ്രദ്ധിക്കാം. എന്താണ് ആപ്പിൾ പൈ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർഫെക്റ്റ് ആണ് അല്ലെ. നമുക്കറിയാം ആപ്പിൾ ഇങ്ങനെ ഓർഡർ ആക്കി അല്ലെ റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പെർഫെക്റ്റ് ആണ് അല്ലെ. എന്താണ്? ആപ്പിൾ പൈ ഓർഡർ ആണ് അല്ലെ, ഓർഡറിലാണ് വെച്ചിട്ടുള്ളത്. അതായത് എന്താണ്? പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അത് മുന്നത്തെ എന്താ പറഞ്ഞത്? ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്നാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഡിസ്കോർഡിനെ എന്താക്കി മാറ്റി? വെറുതെ എന്താക്കിയിട്ട് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ മാറ്റി വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആവും അല്ലേ, നമുക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്താന്ന് പറഞ്ഞത്? അല്ലെ, ഡിസോർഡർ ആയി പോയി അല്ലെ. അത് ആപ്പിളൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ച സാധനം എന്ത് ചെയ്ത്? ഡിസോർഡർ ആയി പോയി. അപ്പൊ എന്ത് ചെയ്ത്? അവിടെ ഒരു അല്ലെ തർക്കത്തിന് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ആയില്ലേ, തർക്കത്തിന് കാരണമായെന്ന് മനസ്സിലാക്കുക. ഇനി ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അല്ലെ ആപ്പിളൊക്കെ നല്ല ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ, പെർഫെക്റ്റ് ആണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ഇഡിയംസ് ആണ് അറ്റ് സി. ഓക്കെ, എന്താണ് അറ്റ് സി എന്ന് പറയുന്നത് അല്ലെ? അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കല്ലേ, നിങ്ങൾ എങ്ങാനും അല്ലെ ഒരു കടലിന്റെ നടുവിലൊക്കെ അകപ്പെട്ടു എന്ന് വിചാരിക്കുക അല്ലെ. കടലിന്റെ നടുക്കലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവൂലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്താണ് അറ്റ് സി എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത്? പഠിച്ചു വെച്ചേ. എന്താണ് അറ്റ് സി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇൻ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. അടുത്തത് എന്താണ്? അറ്റ് ദി 11th ഹവർ. ഓക്കെ, എന്താണ് അറ്റ് ദി 11th അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറ്റ് ദി ലാസ്റ്റ് പോസിബിൾ മൂമെന്റ്. ഓക്കെ അല്ലെ, അറ്റ് ദി ലാസ്റ്റ് പോസിബിൾ മൂമെന്റ്, അതായത് എന്താണ്? ഏറ്റവും അവസാനത്തിലെ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? അറ്റ് ദി 11th അവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയില്ലേ നമ്മുടെ ക്ലോക്കിൽ എത്ര എത്ര ഇതുണ്ട്? സൂചികളുണ്ട്. 12 സൂചികളുണ്ട് അല്ലെ. 1 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് 12 അല്ലെ, 12 സൂചികളുണ്ട്. അപ്പൊ ഇതില് എന്താണ്? സോറി, 12 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ 11ാമത്തെ നമ്പേഴ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെ? ഏറ്റവും ഇതിന്റെ അടുത്ത് എത്താനായി എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ആ ഒരു ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്താനായി എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അറ്റ് ദി 11th അവറിന് നമുക്ക് എന്തായിട്ട് പറയാം? അറ്റ് ദി ലാസ്റ്റ് പോസിബിൾ മൂവ്മെന്റ് എന്നും കൂടി പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് 11th അവർ ആണ് അല്ലെ. ഇവിടെ 12th അവർ അല്ല. എന്താണ് 11th അവർ എന്ന് പറഞ്ഞാൽ? എന്താണ് അല്ലെ, 12th ആയിട്ടില്ല അല്ലെ, 11 വരെ എത്തി. അപ്പൊ എന്താണ്? ഏറ്റവും അവസാനം എത്താനായി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലെ. അതായത് അറ്റ് ദി ലാസ്റ്റ് പോസിബിൾ മൂവ്മെന്റ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ഇഡിയമാണ് ഓൾ ഇയേഴ്സ്. എന്താണ് ഓൾ ഇയേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? വെരി ഈഗർ ടു ഹിയർ അല്ലെ, വെരി ഈഗർ ടു ഹിയർ. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യം കേൾക്കാൻ ഭയങ്കര ആകാംക്ഷ അല്ലെ, ആരെങ്കിലും പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ കേൾക്കാൻ നമുക്ക് അതാണ് വളരെ ആകാംക്ഷ കൂടുതലാണ് അല്ലെ. അപ്പൊ അതാണ് എല്ലാ ചെവിയും നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരും അല്ലെ. അതാണ് ഓൾ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി ഈഗർ ടു ഹിയർ. ഓക്കെ, എന്താണ്? വെരി ഈഗർ ടു ഹിയർ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. അടുത്തത് എന്താണ്? എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ ആണ് അല്ലെ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഒരു ഫിഷിനെ അല്ലെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അല്ലെ. ഒരു ഫിഷിനെ പുറത്തേക്ക് നമ്മൾ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ അല്ലേ, അതിനാകെ അതിൻ്റെ കംഫർട്ട് ഫീൽ ചെയ്യോ? ഇല്ലില്ല. അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേറെ അല്ലെ ഭാഗത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യൂലേ? അപ്പം അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ. ഓക്കെ, അപ്പം എന്താണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ? എന്താണ്? ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ. ക്ലിയർ അല്ലേ? അടുത്തത് എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി അല്ലേ. അടുത്ത ഒരു ഇഡിയമാണ് എന്ത്? എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി. എന്താണ് അർത്ഥമാക്കുന്നത്? ആൻ ഇമാജിനറി സ്റ്റോറിക്കാണ് എന്ത് പറയുന്നത്? നമ്മൾ എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് വെക്കല്ലേ. നമ്മളൊരു എന്തെങ്കിലും ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയൊക്കെ പറയണല്ലേ, എന്തിനു വെച്ചിട്ട്? കോക്ക് അതുപോലെ ബുള്ളിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഇമാജിനറി സ്റ്റോറി ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ആൻ ഇമാജിനറി സ്റ്റോറിയാണ്. ഓക്കെ, അതായത് സാങ്കല്പിക കഥയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത എന്താ നോക്കാം. എ സ്റ്റോൺസ് ത്രോ. ഓക്കെ, എ സ്റ്റോൺസ് ത്രോ എന്ന ഇഡിയം കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? എ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എന്താണ്? എ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ നമ്മളൊരു ചെറിയ കല്ലൊക്കെ എടുത്ത് എറിയല്ലേ, കുറഞ്ഞ ദൂരത്തേക്ക് നമുക്ക് എറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക. എന്താണ്? ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരു കുറഞ്ഞൊരു ദൂരത്തേക്ക് മാത്രമാണ് എന്ത് എറിയാൻ പറ്റുന്നത്? ചെറിയ കല്ലൊക്കെ എടുത്തിട്ട് നമുക്ക് എറിയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? നമുക്കൊന്ന് റിവൈസ് വരാം. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് എന്താ പറഞ്ഞത്? എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ ആണ് അല്ലേ. എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? ബോൾട്ട് ഫ്രം ദി ബ്ലൂ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? ബ്ലൂവിൽ നിന്ന് പെട്ടെന്ന് ഒരു ബോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒട്ടും അല്ലേ നമ്മൾ എക്സ്പെക്റ്റഡ് ആവില്ലേ, പെട്ടെന്ന് സംഭവിച്ചതാണ് അല്ലേ. അതുകൊണ്ട് എന്താണ്? സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, അടുത്തത് എ പൈപ്പ് ഡ്രീം അല്ലേ. എന്താ നമ്മൾ പറഞ്ഞില്ലേ പൈപ്പ് ഡ്രീം എന്ന് ആരും സ്വപ്നം കാണുമോ? ഇല്ലില്ലേ, പൈപ്പ് ഒന്നും ആരും സ്വപ്നം കാണാറില്ല. അതെന്താണ്? ഒരു ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ ആണ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക അല്ലേ. എന്താണത്? ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ ആണ്. അടുത്തത് ആൻ എയ്സ് ടു ഗ്രിൻഡ് അല്ലേ. എന്താണ് ചെയ്യുന്നത് അല്ലേ? കൈക്കോട്ട് എന്താ ചെയ്യുന്നത് അല്ലേ? സെൽഫിഷ് മോട്ടീവ് ആണ് അല്ലേ. ഒക്കെ എന്താണ്? നമ്മൾ കൈക്കോട്ട് കളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒക്കെ നമ്മളെ ഭാഗത്തേക്കാണ് കൊണ്ടുവരിക അല്ലേ. അപ്പൊ എന്താണ്? ഒരു സെൽഫിഷ് മോട്ടീവ് ആണ് അവിടെ എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ്? എ ഡാർക്ക് ഹോഴ്സ് അല്ലേ. എന്താണ് ഡാർക്ക് ഹോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഡാർക്ക് ആണ് അല്ലേ. ഹോഴ്സ് എങ്ങനെയാണ്? ഡാർക്ക് ആണ്. അതായത് അല്ലേ എബിലിറ്റി ഉള്ള ഒരാളാണല്ലേ, അയാളുടെ എബിലിറ്റീസ് ഒക്കെ എന്താണ്? ഹിഡൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? അൺനോൺ ആയിരിക്കും. ഓക്കെ, അടുത്തത് എ മാൻ ഓഫ് വെയിറ്റ് അല്ലേ. മാൻ ഓഫ് വെയിറ്റ് അല്ലേ. ആരാണ് വെയിറ്റ് ഇട്ട് നടക്കുന്നത് അല്ലേ? അത്യാവശ്യം അല്ലേ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് അല്ലേ, അത്യാവശ്യം പ്രാധാന്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ചൊരു വെയിറ്റ് ഒക്കെ ഇട്ട് നടക്കും അല്ലേ. ക്ലിയർ അല്ലേ? അടുത്തത് എന്താ പറയുന്നത്? ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ആപ്പിൾ ഒക്കെ ഇങ്ങനെ ഓർഡറിൽ വെച്ച ആപ്പിൾ എന്ത് ചെയ്ത് ആകെ ഡിസോർഡർ ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? അവിടെ ഒരു തർക്കം നടക്കും അല്ലേ. തർക്കം നടക്കാനുള്ള ഒരു കാരണമാകും. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. അല്ല, അടുത്തത് എട്ടാമത്തെ എന്താണ്? അറ്റ് ആൻ ആംസ് ലെങ്ത് അല്ലേ. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കൈ അകലത്തിൽ എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ്? ടു കീപ്പ് അവേ അറ്റ് എ ഡിസ്റ്റൻസ് അല്ലേ. ഒരു അകലത്തിൽ നിൽക്കുക എന്നുള്ള ഒരു അർത്ഥം വരും അല്ലേ. ടു കീപ്പ് അവേ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ്? ആപ്പിൾ പൈ ഓർഡർ ആണ് അല്ലേ. ഇവിടെ എന്താണ്? ആപ്പിൾ പൈ ഓർഡർ ആണ്. ഇവിടെ ആപ്പിൾ എന്താണ്? ഒരു ഓർഡറിലാണ് വെച്ചതെന്ന് വിചാരിക്കുക. അവിടെ എന്താണ്? പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ. എന്താണ് അതിനെ പറയാ? പെർഫെക്റ്റ്. ഓക്കെ, ആപ്പിൾ നമ്മൾ ഒരു ഓർഡറിൽ വെച്ചപ്പോൾ എന്താണ് അതിനെ പറയുന്നത്? പെർഫെക്റ്റ്. അടുത്തത് എന്താണ്? അറ്റ് സീ അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ അറ്റ് സീ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ് അല്ലേ. നമ്മളിപ്പോൾ കടലിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവില്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പൊ അറ്റ് സീ എന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് അറ്റ് ദി 11th ഹവർ അല്ലേ. അറ്റ് ദി 11th ഹവർ എന്ന് പറഞ്ഞത് എന്താണ് അല്ലെ? നമുക്കറിയാലേ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിലേക്കാണ് അല്ലേ. അപ്പൊ 12 എത്തുന്നതിന് മുന്നേ ആണല്ലേ 11 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആ ഒരു ലാസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? അറ്റ് ദി 11th ഹവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ഓൾ ഇയേഴ്സ് അല്ലേ. നമ്മൾ പറഞ്ഞു ഓൾ ഇയേഴ്സ്, എല്ലാ ചെവികളും. എന്താണ്? നമുക്ക് എല്ലാതും എന്തെങ്കിലും കാര്യം കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയാണ് അല്ലേ. അപ്പൊ എന്ത് വരും? നമ്മൾ എല്ലാ ചെവിയും കൊണ്ടാണ് ചെല്ലും അല്ലേ. അപ്പൊ ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഈഗർ ടു ഹിയർ ആണ് അല്ലേ. വെരി ഈഗർ ആവുകയാണല്ലേ എന്തിനു വേണ്ടിയിട്ട്? അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് എന്താണ്? എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്താന്ന് പറഞ്ഞു അല്ലേ. എന്താണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അല്ലേ. നമ്മൾ വാട്ടറിൽ നിന്ന് ഫിഷിനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അതിനാകെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യൂലേ. അതാണ് ടു ബി ഇൻ എ അൺകംഫർട്ടബിൾ പൊസിഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി അല്ലേ. എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കോക്കിനെയും ബുള്ളിനെയും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമാജിനറി സ്റ്റോറി ഉണ്ടാക്കിയെന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എ കോക്ക് ആൻഡ് എ ബുൾ സ്റ്റോറി എന്താണ്? അതിന് വെച്ചിട്ട് ഒരു ഇമാജിനറി സ്റ്റോറി ഉണ്ടാക്കിയെന്ന് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ്? എ സ്റ്റോൺസ് ത്രോ അല്ലേ. നമ്മളൊരു കല്ലൊക്കെ ചെറിയൊരു കല്ലൊക്കെ എറിഞ്ഞതിലെ എന്താണ്? ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? ഈ ഒരു 15 നിങ്ങൾ പഠിച്ചില്ലേ ഇഡിയംസ്? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കുറേശ്ശെ അങ്ങ് പഠിച്ചു പോവാം, പെട്ടെന്ന് തീരും. ഓക്കെ, നമ്മൾ ഇഡിയംസ് എല്ലാ പരീക്ഷയ്ക്കും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷയിലും ചോദിക്കാറുണ്ട്.
ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാൻ പോകുന്ന ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. കുറച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ അല്ലേ, വൺ ഹു ഡസ് നോട്ട് ബിലീവ്സ് ഇൻ ഗോഡ്. ഓക്കെ, അതായത് വൺ ഹു ഡസ് നോട്ട് ബിലീവ്സ് ഇൻ ഗോഡ് അല്ലേ, അതായത് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്താ പറയാന്നാണ് ചോദിക്കുന്നത്. അവരെ ഒറ്റ പദമായിട്ട് എന്താണ് പറയാ? ഇപ്പൊ ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ എന്താന്ന് പറയല്ലേ അല്ലെ, എത്തിസ്റ്റ് എന്നാണ് പറയാ അല്ലെ. എന്താണ് പറയാ? എത്തിസ്റ്റ് ആണ്. അപ്പം വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? എത്തിസ്റ്റ് ആണ്. അടുത്തത് വൺ ഹു ഡസ് നോട്ട് നോ വെദർ ഗോഡ് എക്സിസ്റ്റ് ഓർ നോട്ട് അല്ലെ. ഇവിടെ അയാൾക്ക് എന്താണ് അതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നില്ല, എന്താണ് അവിടെ ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നതിനെ കുറിച്ചിട്ട് അറിയുന്നില്ല. അങ്ങനത്തെ വ്യക്തിനെ എന്താ പറയാ? അഗ്നോസ്റ്റിക് എന്നാണ് പറയാ. ഓക്കെ, അപ്പോൾ മുന്നേ പറഞ്ഞത് എന്താണ്? അയാൾക്ക് ദൈവത്തിൽ തന്നെ വിശ്വാസമില്ല, അങ്ങനെ പറയുന്ന ആളാണ് എത്തിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ വൺ ഹു ഡസ് നോട്ട് നോ അല്ലെ, അയാൾക്ക് അറിയില്ല അല്ലെ ദൈവം ഉണ്ടോ ഇല്ലയെന്ന്, അങ്ങനെ പറയുന്ന ആ ഒരു വ്യക്തിനെയാണ് എന്ത് പറയാ? അഗ്നോസ്റ്റിക്. എന്താ പറയാ? അഗ്നോസ്റ്റിക്. പഠിച്ചു വെച്ചേക്കുക. അടുത്തതാണ് വൺ ഹു ഡിവോട്ട്സ് ഹിസ് ലൈഫ് ടു ദ വെൽഫെയർ ഓഫ് അതേഴ്സ് അല്ലെ. അതായത് നമ്മൾ പറയില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറയില്ലേ അല്ലെ, അങ്ങനത്തെ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടി ജീവിക്കില്ല, മറ്റുള്ളവരുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ പറയുന്ന പേരാണ് എന്ത്? ആൾട്രൂയിസ്റ്റ്. ഓക്കെ, എന്താണ് പറയാ? ആൾട്രൂയിസ്റ്റ് എന്നാ പറയാ അല്ലെ. ഇവിടെ ഒരു ട്രൂ എന്നൊരു വേർഡ് ഇതിൽ വരുന്നുണ്ട് അല്ലെ. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരാളായിരിക്കില്ലേ അദ്ദേഹം. എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ക്ഷേമത്തിനും അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളായിരിക്കും. ഓക്കെ, അയാൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നുപോയ ഒരാളും കൂടി ആയിരിക്കും അല്ലെ. അതാണ് ആര്? ആൾട്രൂയിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? വൺ ഹൂ സ്റ്റഡീസ് ദ ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് അല്ലെ. അതായത് നമ്മുടെ മാൻകൈൻഡിന് നരവംശ ശാസ്ത്രം എന്നൊക്കെ പറയില്ലേ, അതിനെ പറയുന്ന അത് പഠിക്കുന്ന ഒരു വ്യക്തിനെ പറയുന്ന പേരാണ് എന്ത്? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ? വൺ ഹൂ സ്റ്റഡീസ് ദ ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് ആണ്. ഓക്കെ, അതെന്താണ്? ആന്ത്രോപോളജിസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ ഹിംസെൽഫ്, അതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അയാളുടെ ജീവിത ചരിത്രമൊക്കെ അയാൾ തന്നെ അല്ലെ ഒരു ബുക്കായിട്ട് എഴുതല്ലേ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയാ? ഓട്ടോബയോഗ്രഫി എന്നാ പറയാ അല്ലെ. എന്താണ് പറയാ? ഓട്ടോബയോഗ്രഫി. ഓക്കെ, അപ്പൊ അതായത് അയാളുടെ ജീവചരിത്രം അയാൾ തന്നെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോബയോഗ്രഫി. പഠിച്ചു വെച്ചേക്കാം. അടുത്തതാണ് ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ. ഓക്കെ, ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണെങ്കിൽ എന്താണ്? ഓട്ടോക്രസിയാണ്. ഇവിടെ എന്താണ്? ഒറ്റ ഒരാൾ നടത്തുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അതിനെന്ത് പറയാ? ഓട്ടോക്രസിയാണ്. ഓക്കെ, എന്താണ്? ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണെങ്കിൽ എന്താണ് അത്? ഓട്ടോക്രസി. പഠിക്കുക. എന്താണ്? ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണെങ്കിൽ അത് ഓട്ടോക്രസി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എ പേഴ്സൺ ഹു ഡസ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. ഓക്കെ, അതിനാണ് അമേച്വർ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഒരു വ്യക്തിയിലെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പണത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് പറയുന്നത്? അങ്ങനെ ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്? അമേച്വർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് എ പേഴ്സൺ ഹു ഡസ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി. ഓക്കെ, അതായത് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? അയാളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ എന്താണ്? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനത്തെ വ്യക്തികളെ പറയുന്ന പേരാണ് എന്ത്? അമേച്വർ എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? അമേച്വർ. നിങ്ങളൊക്കെ ഒരു അമേച്വർ ആണോ എന്ന് സ്വയം ചിന്തിച്ച് നോക്കട്ടോ. അടുത്തത് എന്താണ്? ഗവൺമെന്റ് ബൈ നോബിൾസ് അല്ലെ. ഗവൺമെന്റ് ബൈ നോബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? ഗവൺമെന്റ് ബൈ നോബിൾസ് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞു ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണെങ്കിൽ അവിടെ എന്താണ്? ഓട്ടോക്രസിയാണ് അല്ലെ. ഒരൊറ്റ വ്യക്തിയുടെയാണ് ഗവൺമെന്റ് അല്ലെ, അവർ നടത്തുന്നതാണ് ആ ഗവൺമെന്റ് എങ്കിൽ അതെന്താണ്? അവിടെ ഓട്ടോക്രസിയാണ്. ഇവിടെ ഗവൺമെന്റ് ബൈ നോബിൾസ് ആണെങ്കിൽ എന്താണ്? അരിസ്റ്റോക്രസിയാണ് അല്ലെ. എന്താണ്? അരിസ്റ്റോക്രസിയാണ്. എന്ത്? ഗവൺമെന്റ് ബൈ നോബിൾസ് ആണെങ്കിൽ എന്താണ്? അരിസ്റ്റോക്രസിയാണ്. ഓർത്ത് വെച്ചേക്കുക. ഒരു വൺ പേഴ്സൺ ആണെങ്കിൽ അത് ഓട്ടോക്രസിയാണ്, നോബിൾസ് ആണെങ്കിൽ എന്താണ്? അരിസ്റ്റോക്രസിയാണ്. ഓക്കെ, അടുത്തത് വൺ ഹു ഈസ് ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ അല്ലെ. അതായത് അയാൾക്ക് അല്ലെ ഒരു വ്യക്തി അയാളുടെ രണ്ട് കൈയും എന്താണ്? ഈക്വൽ ആയിട്ട് അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ആര്? ആംബി ടെക്സ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ആംബി ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഈസ് ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ അല്ലെ. അയാളുടെ രണ്ട് കൈ എന്താണ്? ഈക്വൽ ആയിട്ട് അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ പറയുന്ന പേരാണ് എന്ത്? ആംബി ടെക്സ്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? The last one, animals which live both on land and sea അല്ലെ. അതായത് നമ്മൾ കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കുന്ന മൃഗങ്ങളല്ലേ, ആനിമൽസിനെ പറയുന്ന പേരെന്താണ്? ആംഫിബിയൻ ആണ് അല്ലെ. എന്താണ്? ആംഫിബിയൻ ആണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. എന്താണ്? ആനിമൽസ് വിച്ച് ലിവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് സീ ഏതാണ്? ആംഫിബിയൻ ആണ്. ഓക്കെ,
അപ്പോൾ വൺ ഹു ഈസ് ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെല്ലാണെങ്കിൽ ആരാണത്? ആംബി ടെസ്റ്റർ അല്ലേ? അയാൾക്ക് അയാളുടെ രണ്ട് കൈയും ഈക്വൽ ആയിട്ട് അയാൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ പറയുന്ന പേരാണ് ആംബി ടെസ്റ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 10 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും പഠിച്ചില്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് വരാം. ഒന്നെന്താ പറഞ്ഞല്ലേ, നമ്മൾ എത്തിസ്റ്റ് ആരാന്ന് പറഞ്ഞല്ലേ? ആരാണ് എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തിന് എന്തില്ല, നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? എത്തിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ? അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിന് അറിയില്ലല്ലേ അവിടെ ദൈവമുണ്ടോ ഇല്ലയെന്ന്. അങ്ങനെ ഉള്ള വ്യക്തിനെയാണ് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ആരാണ് ആൾട്രൂയിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആൾട്രൂയിസ്റ്റിൽ അവിടെ ഒരു ട്രൂ ഉണ്ടല്ലേ, അത് വളരെ സത്യസന്ധമായ ഒരാളല്ലേ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് പറയുന്നത്? ആൾട്രൂയിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെ, നമുക്കറിയാം ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് അതിനെപ്പറ്റി പഠിക്കുന്ന വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഓട്ടോബയോഗ്രഫിയിലെ ആരാണ് ഓട്ടോബയോഗ്രഫി എഴുതുക? ആരാണ് ഓട്ടോബയോഗ്രഫി എഴുതുക? ആരാണല്ലേ? ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് പേഴ്സൺ റിട്ടൺ ബൈ ഹിംസെൽഫ് അല്ലെ, ഹിംസെൽഫ്. ഓക്കെ, അയാൾ സ്വയം എഴുതുന്ന അയാളുടെ ജീവചരിത്രം അയാൾ സ്വയം എഴുതുകയാണെങ്കിൽ അതെന്താണ്? ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ. അടുത്തത് ഗവൺമെന്റ് ബൈ വൺ പേഴ്സൺ ആണെങ്കിൽ എന്താണ്? ഓട്ടോക്രസിയാണ്. എന്നാൽ ഗവൺമെന്റ് ബൈ നോബിൾ അല്ലെ, നോബിൾ ആണെങ്കിൽ എന്താണ് അവിടെ? അരിസ്റ്റോക്രസിയാണ്. അതും പഠിച്ചു വെച്ചേക്കാം. പിന്നെന്താണ്? അമേച്ചറിനെ പറ്റി പറഞ്ഞല്ലേ? ആരാണ് അമേച്ചർ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹു ഡസ് സംതിങ് ഓൺലി ഫോർ പ്ലഷർ ആൻഡ് നോട്ട് ഫോർ മണി അല്ലേ? അദ്ദേഹം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ എന്താണ് പണത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ അല്ലെ എന്താ പറയുന്നത്? അമേച്ചർ എന്നാണ് പറയുക. അതും കൂടി ഓർത്ത് വെക്കാം. ദെൻ ആംബി ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. ആംഫീബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, കടലിലും വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ആംഫീബിയൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഫ്രേസൽ വെർബും കൂടി നോക്കാം. കോളുമായി ബന്ധപ്പെട്ട് വരുന്ന, എപ്പോഴും ചോദിക്കാനുള്ള ഒരു മേഖലയാണ് കോളുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ അല്ലേ, എന്താണ്? കോൾ അറ്റ് ആണ് അല്ലേ? കോൾ അറ്റ് ഉണ്ട്, അതുപോലെ കോൾ ഓൺ ഉണ്ട്. ഇത് പരസ്പരം മാറാൻ സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പൊ ഓർത്ത് വെച്ചേക്കാം. കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പ്ലേസ് ആണ്. ഓക്കെ, എന്താണ്? വിസിറ്റ് എ പ്ലേസ് ആണ്. എന്നാൽ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വിസിറ്റ് എ പേഴ്സൺ ആണ്. ഓക്കെ, അതായത് അല്ലേ, നമ്മൾ അറ്റ് എപ്പോഴും ഉപയോഗിക്കുന്ന എവിടെയാണ്? നമ്മളിപ്പോൾ ഒരു വേർഡ് പറയുമ്പോഴും അറ്റ് എപ്പോഴാണ് ഉപയോഗിക്കാറ് അല്ലേ? നമ്മൾ ഓരോ സ്ഥലങ്ങളിലെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ്? അറ്റാണ് ഉപയോഗിക്കാറ് അല്ലേ? അപ്പൊ അറ്റാണ് എന്തിൽ വരുന്നത്? പ്ലേസിന്റെ അവിടെ വരിക. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. അറ്റ് എവിടെയാ വരിക? പ്ലേസിന്റെ അവിടെ വരിക. അപ്പൊ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പ്ലേസ് ആണ്. ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് എന്ത് പറയാ? കോൾ അറ്റ് എന്ന് പറയാ. എന്നാൽ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പേഴ്സൺ ആണ് അല്ലേ? ഒരു വ്യക്തിനെയാണ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? കോൾ ഓൺ എന്നാണ് പറയാ അല്ലേ? അപ്പൊ നമ്മളൊരു വ്യക്തിനെ അല്ലേ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെ, അയാൾ അങ്ങനെ വല്ല മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് ഓൺ ആവും അല്ലേ? ആകെ ഒന്ന് ആ മൂഡ് ഓഫിൽ നിന്ന് എന്ത് ചെയ്യും? ഒന്ന് ഓൺ ആവും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? കോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിസിറ്റ് എ പേഴ്സൺ ആണ് അല്ലേ? നമ്മളൊരു പേഴ്സണെയാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ പോയത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് കോൾ അപ്പ് ആണ് അല്ലേ? കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകളക്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകളക്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? കോൾ ഔട്ട് അല്ലെ? കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ്. ഓക്കെ, എന്താണ്? കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ് അല്ലേ? നമ്മൾ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? എന്തായാലും ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ കൊടുത്ത രീതിയിൽ പറയല്ലേ? ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഓർഡർ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പൊ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ എന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് കോൾ ഫോർ അല്ലേ? കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലേ? ഡിമാൻഡ് ആണ്. ഓക്കെ, എന്താണ്? ഡിമാൻഡിനെയാണ് എന്ത് പറയാ? കോൾ ഫോർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്? കോൾ ഓഫ് ആണ് അല്ലേ? കോൾ ഓഫ് എന്താണ്? ക്യാൻസൽ സംതിങ് ആണ്. ഓക്കെ, എന്താണ്? ക്യാൻസൽ സംതിങ് ആണ്. അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസൽ സംതിങ് അല്ലേ? ഇവിടെ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒരു കാര്യം അല്ലെ ഓഫ് ആയി എന്ന് വിചാരിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? അത് ക്യാൻസൽ ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ കോൾ ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഓഫ് ആക്കിയാൽ അതെന്താണ്? അത് അവിടെ ക്യാൻസൽ ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ സംതിങ് ആണ്. ദെൻ ലാസ്റ്റ് വൺ കോൾ അപ്പോൺ ആണ് അല്ലേ? കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗൺസ് ചെയ്യാണ്. ഓക്കെ, കോൾ അപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ അനൗൺസ് ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ ഇപ്പോഴത്തെ ഫ്രേസൽ വെർബ് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ കോൾ അറ്റ് ആണ് അല്ലേ? കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അറ്റ് എന്ന വാക്ക് എപ്പോഴും വരേണ്ടത് എവിടെയാണ്? പ്ലേസിന്റെ മുന്നെയാണ് അല്ലേ? അപ്പൊ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പ്ലേസ് ആണ്. ദെൻ കോൾ ഓൺ എന്ന് പറഞ്ഞാലേ നമ്മൾ ഓൺ അല്ലേ? ഓൺ ആയത് ആരാണല്ലേ? പേഴ്സൺ ആണല്ലേ? ഒരു വിസിറ്റിലെ ഒരു പേഴ്സണെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിന് എന്താ പറയാ? കോൾ ഓൺ എന്ന് പറയുന്നത്. കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകളക്ട് ചെയ്യാണ് കേട്ടോ. കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ റീകളക്ട് ആണ്. അതുപോലെ
കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ചെയ്യാണ് അല്ലെ? ഔട്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവിടെ ഓർഡർ ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ കോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. ഇനി കോൾ ഫോർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? അത് ഡിമാൻഡ് ചെയ്യാണ്. ഓക്കെ, കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യാണ്. ദെൻ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഓഫ് ആയി അല്ലെ? ഒരു കാര്യം ഓഫ് ആയാൽ എന്താണ്? അത് ക്യാൻസൽ ആയതെന്ന് പറയാം അല്ലെ? ക്യാൻസൽ സംതിങ് ആണ്. ദെൻ കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗൺസ് ആണ്. ഓക്കെ, കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൗൺസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നെടുത്ത ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ എന്താ, നമുക്ക് പരീക്ഷയ്ക്ക് അടുക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും എന്താവും? സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്